ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കേറ്ററ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുന്ന വീഡിയോ ആണിത്. നമുക്ക് ഗൂഗിൾ ക്രോമിലേക്ക് കടക്കാം. അവിടെ സെർച്ച് എന്ന ഭാഗത്ത് കേറ്ററ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കേറ്ററ്റ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ആദ്യം ലഭിക്കുന്ന ഈ ഒരു റിസൾട്ടിലേക്ക് പ്രവേശിക്കാം. ഇതാണ് കേറ്ററ്റിൻ്റെ വെബ്സൈറ്റ്. ഇതിന് ഏറ്റവും മുകളിൽ വശത്ത് തന്നെ രജിസ്ട്രേഷൻ എന്ന് കാണാം. രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന പേജിലെ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഈ ഭാഗങ്ങൾ വന്നിട്ട് തന്നെ ടിക്ക് നൽകുക. ഇവിടെ ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ടിക്ക് നൽകിയതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ആദ്യത്തെ ചോദ്യം വെദർ എംപ്ലോയിഡ് ആസ് ടീച്ചർ എന്നുള്ളതാണ്. ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എസ് എന്ന് നൽകുക. തുടർന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. സ്കൂൾ ടൈപ്പ് ഏതാണ്, ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് എന്ന് നൽകുക. തുടർന്ന് പെൻ നമ്പർ നൽകുക. ഡേറ്റ് ഓഫ് ജോയിനിങ് HSC ആയിട്ട് കയറിയിട്ടുള്ള ആ ഒരു ഡേറ്റ് ആണ്. അതുപോലെ HSC ആയിട്ട് ആദ്യമായി കയറിയ സ്കൂൾ ഏതാണ്, അതാണ് ഇവിടെ നൽകേണ്ടത്. അതിനുശേഷം സെലക്ട് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഒന്നിലധികം കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഓരോ കാറ്റഗറിക്കും പ്രത്യേകമായ അപേക്ഷകൾ സമർപ്പിക്കാൻ പാടുള്ളതല്ല. അതുപോലെ മറ്റ് ജില്ലകളിൽ നിന്നും അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷൻസിൽ തന്നെ പറയുന്നുണ്ട്. നമുക്കിവിടെ കാറ്റഗറി 3 ആണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് കാറ്റഗറി 3 സെലക്ട് ചെയ്യുകയാണ്. ഇനി ഒന്നിലധികം കാറ്റഗറി ഉണ്ടെങ്കിൽ ആ കാറ്റഗറി കൂടെ സെലക്ട് ചെയ്തതിനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകിയാൽ മതിയാവും. ഇപ്പോൾ കാറ്റഗറി 3 ആണ് നൽകുന്നത്. അതിലെ കാറ്റഗറി 3യിലെ ലാംഗ്വേജ് 1 മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ ഓപ്ഷണൽ സബ്ജക്റ്റ് കാറ്റഗറി 3 അനുസരിച്ച് നാച്ചുറൽ സയൻസ് ആയതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി മിനിമം ക്വാളിഫിക്കേഷൻസ് ഇവിടെ വിവിധ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഏതാണ് നമുക്ക് ഉള്ള ക്വാളിഫിക്കേഷൻസ് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് കൊടുക്കാം. ഞാൻ ഗ്രാജുവേഷൻ B.Ed എന്നുള്ളതാണ് കൊടുക്കുന്നതിന് ശേഷം അതിനുള്ള വിവരങ്ങൾ നൽകുക. തുടർന്ന് കാൻഡിഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. എക്സാമിനേഷൻ സെൻറ്റർ ചൂസ് ചെയ്യാം. അതുപോലെ SSLC സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദറിൻ്റെ പേര്, റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ്, ഫിസിക്കൽ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നൽകണം. പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇവിടെ റിലീജിയൻ, കാസ്റ്റ്, അതുപോലെ ഫിസിക്കൽ സ്റ്റാറ്റസ് എന്നിവ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ എക്സാമിനേഷൻ ഫീസ് എത്രയാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏത് ID പ്രൂഫാണ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ ID പ്രൂഫ് തന്നെ ആയിരിക്കണം നമ്മളുടെ പരീക്ഷാ സമയത്ത് ഇൻവിജിലേറ്ററിന് കാണിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി ഏത് ID പ്രൂഫാണ് കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കേണ്ട അത്യാവശ്യമാണ്. തുടർന്ന് SSLC പാസ് ചെയ്തതിൻ്റെ റോൾ നമ്പറും അതിൻ്റെ അപ്പിയറൻസ് ഇയറും നൽകണം. തുടർന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഫോട്ടോ പ്രിവ്യൂ നമുക്ക് കാണാം. ഇവിടെ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സക്സസ്ഫുള്ളി സേവ്ഡ്, ചെക്ക് യുവർ പ്രിവ്യൂ പേജ് എന്നൊരു മെസ്സേജ് കാണാം. ഈ ഫൈനൽ പ്രിവ്യൂ വരുന്ന ഈ പേജ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഏതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. കാരണം ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പേജ് കൃത്യമായിട്ട് ഓരോ വിവരങ്ങളും പ്രത്യേകമായി സൂക്ഷ്മതയോടെ തന്നെ നോക്കി ഉറപ്പുവരുത്തണം. വിവരങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന് തെറ്റുകളുണ്ടെങ്കിൽ എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കുകയാണ്. യെസ് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ പേയ്മെൻറ്റിന് മുമ്പായി നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും ID ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ആ ഒരു പ്രിൻ്റ് എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ID എക്സാമിനേഷൻ ഫീസും ആപ്ലിക്കേഷൻ നമ്പറും എല്ലാം തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ഇത് പേയ്മെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്തു വയ്ക്കാം. പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പേയ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തി നമുക്കിത് പേയ്മെൻറ്റ് നടത്താം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ ഇത് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നുണ്ട്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ID ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. തുടർന്ന് ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് പ്രിൻ്റ് ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നടപടിയിൽ പൂർത്തിയാവുകയും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയും ചെയ്തു. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.